എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ എന്ന് പറയാം. എന്തൊക്കെ ഇന്ന് കുക്ക് ചെയ്തെന്നൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം ഇന്ന് നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കുറച്ച് നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്ളോഗാണ്. അപ്പം വ്ളോഗ് കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് കുക്ക് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇടിയപ്പത്തിന് വാട്ടാനായിട്ടുള്ള വെള്ളം, മാവ് വാട്ടാനുള്ള വെള്ളം ഇടിയപ്പ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട്, വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിന്ന് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഗ്രീൻ പീസ്, സബോള ഇത്രയാണ് ഈ വെജിറ്റബിൾ കുറുമ റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ കുറുമയ്ക്ക്. അപ്പത്തിനും അതുപോലെ പത്തിരിക്കും ഒക്കെ അടിപൊളിയാണ്. ഇടിയപ്പത്തിനുമൊക്കെ കൂടെ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അധികം എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ വെജിറ്റബിളൊക്കെ ഉള്ളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വെച്ച് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളും കഴിച്ചോളും കേട്ടോ. നല്ല കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാവേ. കഴുകി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ വലുതായിട്ടല്ല, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എങ്കിലേ ഉള്ളൂ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സ് ഒന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ട. കാരണം ഇന്ന് അവർക്ക് പരീക്ഷയാണ്. പരീക്ഷ ആകുമ്പോഴത്തേക്കിനും ലഞ്ച് കൊണ്ടുപോകണ്ട. ഉച്ച വരെയുള്ള 1 മണിയാകുമ്പോഴത്തേനും കഴിയും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ രാവിലത്തെ പണി എളുപ്പമാകും. അല്ലെങ്കിൽ പിന്നെ ചോറും കറികളും ഒക്കെ റെഡിയാക്കണം. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ചോറൊക്കെ റെഡിയാക്കേണ്ടി വരും. അപ്പം ഇന്ന് ലഞ്ച് ബോക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലത്തെ പണി എളുപ്പമാണ്. അപ്പോൾ ഇതാ ഇടിയപ്പത്തിന് ഉള്ള വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഞാനിതാ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി കേട്ടോ. ഒരു പച്ചമുളക് ഇതിലേക്ക് ഇടണമായിരുന്നു. കറി കൂട്ടിയപ്പോഴാണ് ഓർത്തത് അധികം എരിവില്ല. അപ്പം പച്ചമുളക് ഇട്ടില്ല എന്ന് മനസ്സിലായി വെജിറ്റബിളിൻ്റെ കൂടെ. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ചെറുതായിട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും. പച്ച ഗ്രീൻ പീസാണ്, ഫ്രോസൺ ചെയ്ത ഗ്രീൻ പീസ്. നമ്മുടെ മറ്റേ ഉണങ്ങിയ ഗ്രീൻ പീസാണ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടല്ലേ എടുക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ പീസ് നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ വേകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഒന്ന് വാട്ടിയെടുക്കാം, മാവ് ഒന്ന് കുഴച്ചെടുക്കാവേ. അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇടിയപ്പമൊക്കെ എല്ലാവരും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. എങ്കിലും ബിഗിനേഴ്സൊക്കെ കാണുവാണെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാ തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. പിന്നെ മാവ് 1.5 കപ്പ് മാവിന് 3 കപ്പ് വെള്ളം, അങ്ങനെയൊക്കെ എന്തോ കണക്കില്ലേ. ആ ഒരു കണക്കിനൊന്നുമല്ല ഞാൻ ചെയ്തെടുക്കാറ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മുടെ കണക്കിന് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉമ്മാക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ടാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇത് ചെയ്ത് പഠിച്ചാലല്ലേ പഠിക്കുകയുള്ളൂ. അപ്പം ഇതാ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം വേണം തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അരിപ്പൊടി പെട്ടെന്ന് ഒരുപാട് വെള്ളം കുടിക്കും, വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്തു. ഞാൻ കൈ കൊണ്ടൊന്നും കുഴച്ചൊന്നും എടുക്കുകയില്ല. ഇതുപോലെ പരന്ന തടിയുടെ സ്പൂണാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇടിയപ്പം ഒട്ടിപ്പിടിക്കത്തില്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഉരുക്കിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഞാനിവിടെ ഇത് റെഡിയാക്കി വെക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ തലയിൽ തേക്കാനും അതുപോലെ നമ്മുടെ വലിയവരുടെ തലയിലാണെങ്കിലും തേക്കാനും കുഞ്ഞുങ്ങളുടെ ബോഡിയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനും ഒക്കെ നല്ല അടിപൊളി ഓയിലാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതുപോലെ അലർജി ഉള്ളവർ കഴിച്ചാലും 1 സ്പൂണൊക്കെ വെച്ച് രാവിലെ കഴിച്ചാൽ അലർജിയൊക്കെ മാറും എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അലർജിക്കൊന്നും. പക്ഷേ എന്തുകൊണ്ടും നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഓയിലല്ലേ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഞാൻ ആ ഓയിലാണ് ഇതിലൊക്കെ തേച്ച് കൊടുത്തത്.
അപ്പോൾ ഇതാ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. മാവ് അതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, വെളിച്ചെണ്ണയൊക്കെ കുഴച്ചെടുത്താൽ. പിന്നെ ഓരോ മാവ് നമ്മൾ ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ ചില മാവ് പശയായിരിക്കും, ചില മാവ് പെട്ടെന്ന് ഒരുപാട് വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ മാവ് മേടിച്ചാലും എല്ലാ പ്രാവശ്യവും ഒരുപോലെ ഒന്നും കിട്ടത്തില്ല അല്ലേ, കാരണം അവർ പൊടിക്കുന്ന ആ പച്ചരിയുടെയൊക്കെ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാ ഞാൻ മാവ് ഒക്കെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടതിന് ശേഷം പിഴിഞ്ഞെടുക്കുകയാണ്. ഇതൊക്കെ പണ്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ, ഇടിയപ്പം ഇങ്ങനെ പിഴിയുന്നതൊന്നും. പഠിച്ച് നമ്മൾ ആയി വരുമല്ലേ, ചെയ്തല്ലേ. അപ്പോൾ ഇതാ ഇടിയപ്പത്തിൻ്റെ ഇതിലേക്ക് ഞാനെല്ലാം മോൾഡ് കൊണ്ടെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇടിയപ്പത്തിൽ സാധാരണ തേങ്ങ ചേർക്കാറുണ്ട്. നമ്മൾ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തേങ്ങ ഒന്നും ചേർക്കാറില്ല, പെട്ടെന്ന് ഇതുപോലെ ആക്കി വെക്കുക. പക്ഷേ തേങ്ങ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണല്ലേ. അപ്പോൾ തേങ്ങ തിരുമാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രീസറിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ ഇടിയപ്പത്തിനും പുട്ടിനുമൊക്കെ നമ്മൾ ഫ്രഷായിട്ട് തേങ്ങ തിരുമ്മി തന്നെ എടുക്കണം. എനിക്ക് ഈ ഫ്രീസറിൽ വെച്ച തേങ്ങ ഒഴിച്ചൊന്നും ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല. ഫ്രഷായിട്ട് തന്നെ തേങ്ങ തിരുമ്മി എടുക്കണ്ട. അപ്പോൾ രാവിലെ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്തെടുത്തു, ഇടിയപ്പം തേങ്ങ ഇല്ലാതെ അങ്ങ് വെച്ചു. തേങ്ങ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, തേങ്ങ അവർക്ക് കടിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനും കൂടെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇടിയപ്പമൊക്കെ നമ്മൾ റെഡിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ നന്നായിട്ട് വെന്ത് പോയതുകൊണ്ട് തന്നെ ഞാൻ തക്കാളിയും ഗ്രീൻ പീസും വേറെ പെട്ടെന്നൊന്ന് വേവിക്കാതെ വിചാരിച്ചു. ഇനിയും ഇട്ട് ആ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് പോവേ. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രീൻ പീസും എടുത്ത് പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ അവിടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തേങ്ങ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പുളി എടുത്തിട്ടുണ്ട്. തിരുമ്മിയെടുക്കാനൊക്കെ രാവിലെ സമയം പോകും. ഞാൻ ഇതുപോലെയാണ് കറികൾക്കൊക്കെ എടുക്കുന്നത്, അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയുമല്ലോ. അപ്പോൾ തേങ്ങ പുളിയത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3-4 ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും ഇച്ചിരി വീത ജീരകം ഇടാവുള്ളത് അതിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ സമയത്ത് ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇടിയപ്പമൊക്കെ അടുപ്പിൽ നിന്ന് എടുക്കുവാണേ. അങ്ങനെ ഒരു ട്രിപ്പ് ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ട്രിപ്പ് ഇടിയപ്പത്തിൻ്റെ കൂടെയുള്ള മാവുണ്ടായിരുന്നേ. അപ്പം ഒരു ട്രിപ്പ് ഇടിയപ്പം നമ്മൾ കാസ്ട്രോൾ പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഉമ്മച്ചി റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ സമയത്ത് അരച്ചുകൊണ്ട് വന്നു തേങ്ങയുടെ അരപ്പ് അരച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി, ഉലുവയുടെ ഇല ഉണങ്ങിയതാണ് ഈ കസ്തൂരി മേത്തി, അതുകൂടി ഇട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും കറിക്ക്. അപ്പോൾ കറി നമ്മൾ ഗ്രീൻ പീസും തക്കാളിയും വെന്തതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുത്തു, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് വേണം അരപ്പൊഴിച്ച് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. തലേ ദിവസം തന്നെ ഇതുപോലെ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവേ. അപ്പം പിറ്റേ ദിവസം ആകുമ്പം അതിൻ്റെ ആ ഒരു പാട എടുത്ത് നമുക്ക് മാറ്റി ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ നെയ്യ് ഉണ്ടാക്കാനായിട്ട് എടുക്കാമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ്, നെയ്യൊക്കെ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇനി കറിയിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി വേണം, ഒരുപാട് തിളച്ച് പോകാതെ ഗ്യാസ് ഓഫാക്കാനായിട്ട്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ ഇത് കറി കുറുകും. നമ്മുടെ കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറി കുറുകി കിട്ടും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂണിന് താഴെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ട് കറിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു, ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ച് വയ്ക്കാം. അതിലേക്ക് ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, അടിപൊളി വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും സ്കൂളിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ടും അടിപൊളിയാണ്. അതുപോലെ വെജിറ്റബിൾസൊക്കെ അവരുടെ വയറ്റിലും ചെല്ലും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ റെഡിയാക്കാറുണ്ട്.
അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് അവർ സ്കൂളിൽ പോയേ. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഉച്ചക്കത്തേനുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അരി ഇട്ട് അവിടെ വെക്കുകയാണെങ്കിൽ അവിടെ കിടന്നങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളം ചൂടായപ്പോൾ അതിലേക്ക് അരി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ മട്ടയരിയാണ് ഉപയോഗിക്കുന്നത്, കുത്തരി. അതാണല്ലേ നമ്മുടെ ശരീരത്തിനും നല്ലത്. തവിടൊക്കെ കൂടുതലുള്ള അരി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലതല്ലേ. ഇനിയിപ്പം ചായയും കൂടെ വെച്ചിട്ട് കഴിക്കാൻ പോവുകയാണ്. വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് പാട മാറ്റി വയ്ക്കുകയാണ്. ഇതുപോലെ പാട മാറ്റി വെച്ചിട്ട് നെയ്യാക്കാമല്ലോ. അപ്പോൾ പാട മാറ്റി വയ്ക്കുകയാണ്. പാട ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ടിന്നിൻ്റെ അകത്തോ അല്ലെങ്കിൽ തൈരിൻ്റെ ടിന്നിലോ പിന്നെ തൂക്കുപാത്രമുണ്ട് സ്റ്റീലിൻ്റെ, അതിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങളിൽ. അപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത്. തൈരൊക്കെ ഒഴിച്ചിട്ട് താഴെ വെക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തൈരൊന്നും ചേർക്കാറില്ല. ഇതുപോലെ പാട എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് അവിടെ നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ. ഉപയോഗിക്കാൻ നേരം നെയ്യ് ആക്കാൻ നേരം എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ കുറുമ, പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എരിവുള്ള കറിയും കൂടെ വേണമല്ലോ. അപ്പോൾ ഇതാ ബീഫ് ഇന്നലത്തെ ഉള്ളത് കൊണ്ട് അത് ചൂടാക്കി എടുത്തു. പിന്നെ ഇതാ ഇന്ന് ഞാൻ ബ്രൂ കോഫിയാണ് ഇട്ടിട്ടുള്ളത്. ബ്രൂ കോഫിയാണ് എനിക്ക് സാധാരണ ചായയിൽക്കാളും ഇഷ്ടം. അല്ലെങ്കിൽ ചായ വെക്കുകയാണെങ്കിൽ നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായ, അതാണ് ഇഷ്ടം. ബ്രൂ ഉള്ളതുകൊണ്ട് ഞാൻ ബ്രൂ കോഫി എടുത്തു. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇതാ ഞാനും കഴിക്കാൻ പോവുകയാണ്. കുഞ്ഞു മോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൾ ഇന്ന് താമസിച്ചാണ് എഴുന്നേൽക്കുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകാൻ നേരെ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നതാണ്. എന്ത് പറ്റുമോ, ഇന്ന് ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവൾ എഴുന്നേറ്റപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ എഴുന്നേറ്റ് വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിക്കുന്നത്, രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ. അപ്പോൾ ഇതാ മോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൾക്ക് ഇതെന്താ ഇന്ന് ക്യാമറ എന്നൊക്കെ ഉള്ളൊരു നോട്ടമാണ് കേട്ടോ. ഹായൊക്കെ ഞാൻ പറഞ്ഞു ഹായ് പറയാൻ. അപ്പോൾ ഹായൊക്കെ പറയുന്നുണ്ട്. എന്ന് ഈ ഒരു പതിവില്ലാത്തതല്ലേ. ഇന്ന് എന്ത് പറ്റി, മൊബൈലൊക്കെ നിർത്ത് അവളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവളിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇടിയപ്പവും നമ്മൾ കഴിച്ച ആ ഒരു ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇടിയപ്പവും അപ്പവും ദോശയൊക്കെ ആകുമ്പോഴത്തേനും ഇഡലിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവൾക്കും കൊടുക്കാമല്ലോ. പുട്ടൊക്കെയാണ് അവൾ കഴിക്കത്തില്ല. ആ സമയത്ത് ഞാൻ അവൾക്ക് കുറുക്ക് റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ഇടിയപ്പം ആയതുകൊണ്ട് എനിക്ക് ആ പണി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇടിയപ്പവും നല്ല വെജിറ്റബിൾ കറിയും. വെജിറ്റബിൾ കറി കണ്ടപ്പോൾ അവൾ ചോദിക്കുക ചിക്കൻ ഇല്ലേന്ന്. ചിക്കൻ കറി വേണം അവൾക്ക് ഇതുപോലെ ഇടിയപ്പവും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ അവൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. ഈ ഒരു പരിപാടി കുറച്ച് പാടാണല്ലേ. പിന്നെ രാവിലെ വിശന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ കഴിക്കുവേ. അപ്പോൾ ഇതാ ഒരു ഇടിയപ്പവും ഒരിച്ചിരി വെജിറ്റബിളൊക്കെ അവളുടെ വയറ്റിൽ ചെന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ വാപ്പിച്ചയായിട്ട് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തേനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അരി തിളച്ചിട്ടുണ്ട്, അതവിടെ കിടന്ന് വേവുന്നുണ്ട്. ഇനിയിപ്പോൾ മീനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് ചെമ്മീനും അതുപോലെ ചെറിയ വറ്റയാണ്. അത് ചെറിയ വറ്റ പൊരിക്കാമെന്ന് ഓർത്തു. അതുപോലെ ചെമ്മീൻ വറുത്തരച്ച് വെക്കാമെന്ന് ഓർത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകണം. ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് തന്നെ തണുപ്പ് പോകാൻ വേണ്ടി ചട്ടിയിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഉമ്മച്ചി ഈ സമയത്ത് പച്ചക്കായ മെഴുക്കോറ്റ് വയ്ക്കുകയാണ്, മെഴുക്കോറ്റ് കരിയാണ്. അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെളിയിൽ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോഴത്തേനും നമ്മുടെ പെരയ്ക്കകത്തൊന്നും വൃത്തികേടാവത്തില്ലല്ലോ. അപ്പോൾ ഇതാ വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ മീൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ മീൻ വെട്ടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ ചെമ്മീൻ അതൊരു ഒന്നൊന്നര പണി തന്നെയാണ്. പിന്നെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മീൻ വെട്ടി എടുക്കുകയാണ്. മീൻ വെട്ടാൻ നേരം 2 കൂട്ടാളികൾ ഇവിടെ നിൽപ്പുണ്ട് മീൻ തലയ്ക്ക് വേണ്ടി. അത് ആരാന്നറിയാമല്ലോ. മീൻ വെട്ടുമ്പോൾ തന്നെ ഇവിടെ വന്ന് പറ്റിച്ചേർന്ന് നിൽക്കും. നമ്മുടെ 2 പൂച്ചകളുണ്ട് ഇവിടെ. ഞങ്ങൾ വളർത്തുന്നൊന്നുമല്ല, നമ്മുടെ ഈ പറമ്പിലൊക്കെ കിടന്ന് വളരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാ എൻ്റെ കുഞ്ഞു പൂച്ചയുണ്ട്, ഇതിൻ്റെ തന്നെ ഒരു അമ്മ പൂച്ചയുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് മീൻ കിട്ടാൻ വേണ്ടി, മീൻ തല കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചെമ്മീൻ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൂച്ചയുടെ കരച്ചിട്ട് കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു വറ്റ വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാനായിട്ട്. അപ്പം അതുങ്ങൾ വിശന്നിരിക്കുകയല്ലേ, കഴിക്കട്ടെ. പക്ഷേ മീനൊക്കെ ക്ലീനാക്കി കൊണ്ടുവരുന്ന ദിവസം ഇവരിങ്ങനെ ചുറ്റും കൂടും മീൻ്റെ മണം കേട്ടിട്ട്. പക്ഷേ എന്ത് കൊടുക്കുമോ ഇങ്ങനെ ഓർക്കും കേട്ടോ. നമ്മൾ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതാ ഞാൻ മീനിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് കെട്ടാതെ കൊണ്ടുപോകുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് സുഖമായി, മീൻ തലയൊക്കെ കിട്ടി.
പിന്നെ ഞാനിതാ ചെമ്മീൻ അടുത്തതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ കുറച്ച് പണിയുണ്ട് എങ്കിലും കുറച്ച് ചെമ്മീൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തോല് പൊളിച്ചെടുത്ത് അതിൻ്റെ പുറത്ത് ആ ഞരമ്പില്ലേ അതുകൂടെ കളഞ്ഞെടുക്കുവാണേ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ഞരമ്പ് കളഞ്ഞെടുത്തില്ലെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞരമ്പ് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ കേട്ടോ. കുറച്ച് പണിയുണ്ട് എങ്കിലും ചെമ്മീൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോഴത്തേക്കിനും ക്ലീൻ ചെയ്തങ്ങ് പോകും. ഞങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു മീനാണ്, ഇക്കാക്കൊക്കെ ഇഷ്ടമാണ് ചെമ്മീൻ. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഉപ്പും മൈദയൊക്കെ ഇട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ പൊരിക്കാനായിട്ടുള്ള മസാല തേച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ആ നല്ല ഉരുക്കിയ വെളിച്ചെണ്ണയില്ലേ അതും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കും. അതാകുമ്പോൾ നല്ലൊരു മണം കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റുമാണ് മീൻ പൊരിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മീനിൻ്റെ മസാലയെല്ലാം മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മീനിൻ്റെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം, മസാലയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെമ്മീൻ കറി വയ്ക്കണം. ഇതാ ആ സമയത്ത് ഉമ്മച്ചി ഇതാ മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങ ചെമ്മീനുള്ള വറക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്നിട്ട് വറക്കാം, വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞേ. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉമ്മച്ചി തേങ്ങ ഒക്കെ ഉമ്മച്ചിയാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് ഈ ചെമ്മീൻ വറുത്തരച്ച കറി. ഞാൻ ചോദിച്ചാണ് വയ്ക്കുന്നത്, എനിക്ക് അത്ര പിടുത്തമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിതാ ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തലേ ദിവസം തന്നെ തേങ്ങ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എളുപ്പമായിരുന്നേ. അല്ലെങ്കിൽ ഇനിയിപ്പം ആ തേങ്ങ പൂളിയെടുത്ത് അടിച്ചൊക്കെ എടുക്കേണ്ട സമയം പോയേനെ. അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് തേങ്ങ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി പൊളിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പെരിഞ്ചീരകം അതൊരു 1/4 ടീസ്പൂൺ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് മൂക്കി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കാം. തേങ്ങ വറുത്തതിന് ശേഷം വേണം ഇനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഇതാ ചെമ്മീനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി പൊളിച്ചിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, അപ്പോൾ ഇതേ ഉമ്മച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം. അപ്പോൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി, അതുപോലെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി, പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം, അത് നല്ല ടേസ്റ്റാണ് കറിക്ക്. ചെറിയ ഉള്ളി കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ ഉള്ളി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഒന്നും ഒത്തിരി ഇട്ട് കൊടുക്കത്തില്ല ഈ വറുത്തരയ്ക്കുന്നതിന്. പിരിയമുളക് പൊടി ആയതുകൊണ്ട് തന്നെ അതിന് നല്ല കളറും ഉണ്ട്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പൊടികൾ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ. തണുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ആ ചെമ്മീനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെമ്മീനും ഉള്ളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുളിക്കായിട്ട് ഇതിനായിട്ട് കുടംപുളി ഒരു ചെറിയ 2 കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ പുളി പോരാതെ വരും, അതുകൊണ്ടാണ് കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പ് ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വെള്ളം വേണോ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായിട്ടിരിക്കുന്നതിലും കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഈ ചെമ്മീൻ കറി നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഒരുപാടങ്ങ് തിളച്ച് പോകാതെ ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. എങ്കിൽ നന്നായിട്ട് ചൂടാവുകയും ചെയ്യണം.
എന്നാൽ ഒരുപാട് അങ്ങ് തിളച്ച് പോവുകയും ചെയ്യരുത്. അതാണ് ഇതിനൊക്കെ ഒരു പരുവം. അപ്പോൾ ഇതാ ഞാൻ കറി ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും ചെറിയ ഉള്ളി അരിഞ്ഞതും, കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ മാത്രമേ ഉള്ളൂ. നമ്മുടെ അടിപൊളി വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ചെമ്മീനെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. എളുപ്പമല്ലേ? അതുപോലെ ചോറിനൊപ്പം അടിപൊളിയാണ് കേട്ടോ. ചെമ്മീൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മിക്കവാറും ചെമ്മീൻ എല്ലാവരും റോസ്റ്റ് ചെയ്യുകയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തേങ്ങാപ്പാൽ ഉരുക്കിയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയാക്കുമെന്ന്. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഇരുമ്പിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുമല്ലോ. മുടിയൊക്കെ വളരാനായിട്ടൊക്കെ ആണെങ്കിലും ഇരുമ്പിന് ആവശ്യമാണ്. അപ്പോൾ ഇതാ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ്. ഒരു ദിവസം പിഴിഞ്ഞ് ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അതാകുമ്പം നല്ല ക്രീമായിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ എടുക്കാം. അതിലെ ആ അടിയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ക്രീം മാത്രമായിട്ട് ഇതുപോലെ കൈ കൊണ്ടെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉരുക്കിയെടുത്താൽ മതിയേ. ഇതുപോലെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രീമെല്ലാം മുകളിലായിട്ട് നിൽക്കുകയും വെള്ളം അടിയിലോട്ട് പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതിൻ്റെ ക്രീം മാത്രം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് സമയം നമ്മൾ ഗ്യാസിലിട്ടിട്ട് ഇതാക്കി എടുക്കുകയൊന്നും വേണ്ട. അത് തന്നെയല്ല, വെള്ളത്തോടു കൂടി ആകുമ്പം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുവേ. ഇതുപോലെ ക്രീം മാത്രം ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പുറത്തോട്ടൊന്നും അധികം പൊട്ടിത്തെറിക്കത്തുമില്ല. അപ്പോൾ ഇതാ ഞാൻ ചട്ടിയിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കറി വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്താണ്. അതാകുമ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പം ഇതിൻ്റെയും പണി കഴിയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പം. കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാകുമ്പം ആ സിമ്മിൽ അങ്ങിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി. നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വെളിച്ചെണ്ണ റെഡിയാവുകയും ചെയ്യും. അപ്പോൾ ഇതാ നല്ല അടിപൊളി വെളിച്ചെണ്ണ ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കക്കനൊക്കെ ഒന്ന് ബ്രൗൺ കളർ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേനും ഓഫാക്കിയേക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവേ. നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഈ എണ്ണ കഴിക്കാനായിട്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും. അതുപോലെ നെയ്യില്ലാത്തപ്പോൾ ഞാൻ ഏത്തപ്പഴമൊക്കെ ഈ എണ്ണ കൊണ്ടാണ് വാട്ടി കൊടുക്കുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇതാ ഒരു 3 തേങ്ങ ഞാനിതാ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടിട്ട് ചെറിയതായിട്ട് പോളിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് തേങ്ങ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൈ കൊണ്ട് തിരുമ്മിയെടുക്കാനായിട്ട് നല്ല മെനക്കേടാണ് തേങ്ങ, അല്ലേ? അപ്പോൾ ഇതാ ഞാൻ തിരുമ്മിയെടുത്ത തേങ്ങയിലേക്ക് ഒരു 3-4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10-20 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടുവേ. അപ്പോൾ ഇത് എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കും. നമ്മൾ ചൂടാറി കൈ കൊണ്ട് പിഴിയാൻ പാകത്തിന് ആ ഒരു ടൈം ആകുമ്പം കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് വീണ്ടും അതിൻ്റെ അകത്ത് തേങ്ങ കാണും. അത് അരിപ്പയിലൂടെ അരിച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പം നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ആ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇപ്പം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഉച്ച വരെ അവർക്ക് പഠിത്തമുള്ളൂ, പരീക്ഷ ആയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പം മീനൊക്കെ പൊരിച്ച് അവർക്ക് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം മീനിട്ട് കൊടുക്കും. അപ്പം ഒട്ടും തന്നെ അടിയിൽ പിടിക്കത്തുമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് മോളെ കുളിപ്പിച്ച് ഉറക്കി. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചു. പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിനാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ആദ്യം തന്നെ ചോറെടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നല്ല സ്പെഷ്യൽ ചെമ്മീൻ വറുത്തരച്ച കറി. നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടി ചോറുണ്ണാനായിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതാ ചെമ്മീൻ കറി ഒഴിച്ചെടുത്തു. ഇനി മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുകയാണ്. നല്ലൊരു മെഴുക്കുവരട്ടിയായിരുന്നു. അപ്പം പച്ചക്കായ മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ. ഇത് നമ്മുടെ കമ്പിളി നാരങ്ങ അച്ചാറിട്ടതാണ്. ഞങ്ങൾ കമ്പിളി നാരങ്ങ എന്ന് പറയും,
പിന്നെ ബബ്ലൂസെന്നോ അങ്ങനെയൊക്കെ പറയും തോന്നി ഇതിന്. അപ്പോൾ ആ നാരങ്ങ അച്ചാറിട്ടതാണ്, അല്ലി അല്ലിയായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെ എടുത്തതാണ്. പക്ഷെ കുറച്ച് കയ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്ന. അല്ലെങ്കിൽ മോൾ അച്ചാറിൻ്റെ ആളാണ്, അവളങ്ങ് തീർത്തോളും. പിന്നെ തൈരും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അത് മോള് റെഡിയാക്കിയതാണ്. അവൾക്ക് എന്തൊക്കെ കറിയുണ്ടെന്ന് പറഞ്ഞാലും ഈ തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പം അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മോൾക്കും കൂടെ ചോറ് കൊടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ്. മോൾക്ക് നേരത്തെ ഞാൻ ചോറ് കൊടുത്തായിരുന്നു. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് വിശക്കുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വിളിച്ചിരുത്തി ചോറ് കൊടുക്കുകയാണ്. പക്ഷേ അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനങ്ങ് കഴിച്ചു. ഇനിയിപ്പം വൈകുന്നേരം ആയപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് മക്കൾ വന്നപ്പം അവർക്ക് ട്യൂഷൻ കഴിയുമ്പോൾ ഒരു പ്രത്യേക വിശപ്പാണ്. അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഇന്ന് ബ്രെഡ് ഇരുന്നു. അപ്പോൾ മോള് തന്നെയാണ് ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി. മയണൈസ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത്, ടൊമാറ്റോ സോസൊക്കെ ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ വെച്ചിട്ട്, ചിക്കൻ ഇല്ലായിരുന്നു, മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവളിങ്ങനെ ചെറിയ പണിയൊക്കെ അടുക്കളയിൽ കയറി ചെയ്യും. നല്ല ടേസ്റ്റാണ്. അവളുണ്ടാക്കുന്നതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി ഞങ്ങൾക്കും കൊണ്ട് തന്നെ. അങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം അത് കഴിക്കുകയാണ്. അപ്പോൾ മോള് ഇതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ചായയ്ക്ക് ഇന്ന് ഉമ്മച്ചി അരിയുണ്ട ഉണ്ടാക്കിയായിരുന്നു. അപ്പം നല്ലൊരു ടേസ്റ്റി അരിയുണ്ട ഉണ്ടായിരുന്നു. അപ്പം ചായയും അരിയുണ്ടയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ രാത്രി ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ പൊടിയരിക്കഞ്ഞിയായിരുന്നു, അത് വെച്ച് കൊടുത്തു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, കുക്കിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.